പരിശുദ്ധ അമ്മ. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പിശാചിനെതിരായ യുദ്ധമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയെന്ന് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തിൽ വിവരിക്കുകയാണ്. അന്ത്യക്രിസ്തുവിൻ്റെ ആഗമനം വരെ പിശാചിൻ്റെ മർദ്ദനങ്ങൾ അനുദിനം വർദ്ധിച്ചു തന്നെ വരും. ദൈവം ഭൗമിക പറുദീസായിൽ വെച്ച് സർപ്പത്തിനെതിരായി ഉച്ചരിച്ച പ്രഥമവും പ്രധാനവുമായ ആ പ്രവചനവും ശാപവും ഇതിനെപ്പറ്റിയാണെന്ന് നാം മനസ്സിലാക്കണമെന്ന് വിശുദ്ധൻ പഠിപ്പിക്കുന്നു. മഹത്വപൂർണയായ നിത്യകന്യകയുടെ മഹിമപ്രതാപത്തിന് മാറ്റുകൂട്ടുവാനും അവളുടെ അരുമസുതരുടെ നിത്യരക്ഷ സാധിക്കുവാനും പിശാച് തൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് ലജ്ജിച്ച് പിൻവാങ്ങുവാനും ഇവിടെ അത് വിവരിക്കുന്നത് തികച്ചും അവസരോചിതമാണ്. അതുകൊണ്ട് വിശുദ്ധൻ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുലിഖിതത്തിലൂടെ ദൈവം ലോകത്തിന് നൽകിയ ഈ വലിയ വാഗ്ദാനം ഉച്ചരിക്കുകയാണ്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൾ നിന്റെ തല തകർക്കുകയും നീ അവളുടെ കുതികാലിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്യും. ഉൽപ്പത്തി 3:15. ഒരു ശത്രുതയെ മാത്രമേ ദൈവം ഉളവാക്കിയുള്ളൂ. എന്നാൽ അത് രഞ്ജിപ്പ് സാധ്യമല്ലാത്തതും അവസാനിക്കാത്തതുമാണ്. അനുദിനം അത് വളർന്നുകൊണ്ടേയിരിക്കും. അത് മറിയവും പിശാചും തമ്മിലും അവളുടെ ദാസരും സന്താനങ്ങളും ലൂസിഫറിൻ്റെ അനുയായികളും സന്താനങ്ങളും തമ്മിലാണ്. അപ്രകാരം പിശാചിനെതിരായി ദൈവം സൃഷ്ടിച്ച വൻ ശത്രുവാണ് അവിടുത്തെ മാതാവായ പരിശുദ്ധ കന്യകാ മറിയം. ദൈവത്തിൻ്റെ ചിന്തയിൽ മാത്രമായി വസിച്ചിരുന്ന മറിയത്തിൽ ഏദേൻ തോട്ടത്തിൻ്റെ കാലത്ത് തന്നെ ദൈവത്തിൻ്റെ ശപിക്കപ്പെട്ട ശത്രുവിനോട് കടുത്ത അമർഷവും പഴയ സർപ്പത്തിൻ്റെ കാപിട്ടത്തെ പുറത്തു കൊണ്ടുവരുവാൻ പറ്റുന്ന നിഷ്കളങ്കതയും അഹങ്കാരിയും ധിക്കാരിയുമായ അവനെ അടിപ്പെടുത്തി കടപുഴക്കി എറിയുവാനുള്ള ശക്തിയും അന്നേ അവിടുന്ന് മറിയത്തിൽ നിക്ഷേപിച്ചു. തന്നിമിത്തം പിശാച് മാലാഖമാരെയും മനുഷ്യരെയേക്കാൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ മറിയത്തെ ഭയപ്പെടുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയും കോപവും വെറുപ്പും മറിയത്തിൻ്റേതിനേക്കാൾ അനന്തമാം വിധം വലിയതല്ലെന്ന് ഇതുകൊണ്ട് വിവക്ഷിക്കുന്നില്ല. മറിയത്തിൻ്റെ പരിപൂർണത പരിമിതമാണ്. എന്നാൽ പിശാച് ഒരു വിധത്തിൽ ദൈവത്തെക്കാൾ കൂടുതൽ അവളെ ഭയപ്പെടുന്നുവെന്നും ചില വിശുദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്: ദൈവത്തിൻ്റെ ഒരു വിനീത ദാസിയാൽ തോൽപ്പിക്കപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതും അഹങ്കാരിയായ അവന് അത്യന്തം വേദനാജനകമാണ്. ദൈവത്തിൻ്റെ ശക്തിയേക്കാൾ മറിയത്തിൻ്റെ വിനയമാണ് അവനെ എളിമപ്പെടുത്തുന്നത്. കൂടാതെ പിശാചുകളുടെ മേൽ വലിയ ശക്തി അവിടുന്ന് മറിയത്തിന് നൽകിയിട്ടുണ്ട്. സന്മനസ്സോടെ അല്ലെങ്കിലും അശുദ്ധാത്മാവ് ബാധിച്ചവരുടെ അധരങ്ങൾ വഴി അവർ സമ്മതിച്ചിട്ടുള്ള സത്യമാണിത്. മറിയത്തിൻ്റെ ഒരു നെടുവീർപ്പിനെയാണ് സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയേക്കാൾ അവർ ഭയപ്പെടുന്നത്. അവളുടെ ഒരു ഭീഷണിപ്പെടുത്തൽ മറ്റ് സകല പീഡനങ്ങളെയേക്കാൾ അവർക്ക് ഭീതിജനകമാണ്. ലൂസിഫർ അഹങ്കാരത്താൽ നഷ്ടപ്പെടുത്തിയത് മറിയം എളിമ കൊണ്ട് കരസ്ഥമാക്കി. ഹൗവ അനുസരണക്കേടിനെ കളഞ്ഞു കുളിച്ചത് മറിയം വിധേയത്വം വഴി വീണ്ടെടുത്തു. സർപ്പത്തിനെ അനുസരിച്ച ഹൗവ തന്നെയും തൻ്റെ സന്താന പരമ്പരകളെയും നശിപ്പിച്ചു. മറിയം ദൈവത്തോടുള്ള തൻ്റെ പരിപൂർണ വിശ്വസ്തതയാൽ തന്നോടുകൂടി സകല ദാസരെയും മോചിപ്പിച്ച് ദൈവത്തിന് സമർപ്പിച്ചു. ദൈവം ഒരു ശത്രുത മാത്രമല്ല, പല ശത്രുതകളും ഉണ്ടാക്കി. മറിയവും ദുഷ്ടാരൂപിയുമായി മാത്രമല്ല, അവളുടെ സന്താനങ്ങളും അവൻ്റെ അനുയായികളും തമ്മിലും അവിടുന്ന് ശത്രുതയും നിഗൂഢമായ വിദ്വേഷവും സൃഷ്ടിച്ചു. ഈ ഇരു വിഭാഗങ്ങൾ തമ്മിൽ സ്നേഹമില്ല, അനുഭാവവുമില്ല. ബലിയാലിൻ്റെ മക്കളും പിശാചിൻ്റെ ദാസരും ലോകസ്നേഹികളും പരിശുദ്ധ കന്യകയുടെ ദാസരെ എന്നെന്നും നിരന്തരം മർദ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. അത്ഭുതപൂർവമായ ക്രൂരതയോടെ അവർ തങ്ങളുടെ മർദ്ദനങ്ങളെ ഇനി ശക്തിപ്പെടുത്തുകയും ചെയ്യും. ആബേലും യാക്കോബും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ 2 പ്രതിരൂപങ്ങളാണ്.
അവർക്കെതിരായി മർദ്ദന പരിപാടികളുമായി കായേനും ഏസാവും പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ പിശാച് പരിശുദ്ധ കന്യകയുടെ ദാസരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വിനയതയായ മറിയം അഹങ്കാരിയായ സർപ്പത്തിൻ്റെ മേൽ വിജയം വരിക്കുക തന്നെ ചെയ്യും. അവൻ്റെ അഹങ്കാരത്തിൻ്റെ ആസ്ഥാനമായ ശിരസിനെ അവൾ തകർത്ത് തരിപ്പണമാക്കി വിജയം ചൂടും. അവൾ അവൻ്റെ കുടിലതയെ പരസ്യമാക്കും. നാരകീയ ദുരാലോചനകളുടെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തും. പൈശാചിക ഉപദേശങ്ങളെ നിഷ്പ്രയോജനമാക്കും. അങ്ങനെ തൻ്റെ വിശ്വസ്തദാസരെ അവൻ്റെ കരാള ദംഷ്ടങ്ങളിൽ നിന്ന് എന്നെന്നും മറിയം കാത്തുരക്ഷിക്കും. നരകത്തിൻ്റെ മേൽ മറിയത്തിനുള്ള അധികാരം അന്ത്യകാലങ്ങളിൽ പൂർവാധികം പ്രശോഭിക്കും. അപ്പോൾ പിശാച് അവളുടെ കുതികാലിനെതിരെ കെണിയൊരുക്കും. അവനോട് യുദ്ധം ചെയ്യുവാൻ മറിയം പ്രാപ്തരാക്കിയ തൻ്റെ വിനീത അടിമകൾക്കും മക്കൾക്കും എതിരായി കെണിയൊരുക്കും എന്ന് സാരം. ലോകദൃഷ്ടിയിൽ അവർ പാപങ്ങളും നിസ്സാരമായിരിക്കാം. കുതികാലിനെ മനുഷ്യ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ കീഴിലാക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നത് പോലെ ഏറ്റവും എളിയ അവസ്ഥയിലായിരിക്കും അവർ. എന്നാൽ ഒരു കാര്യത്തിൽ അവർ എന്നെന്നും സമ്പന്നരായിരിക്കും, കൃപാവരത്തിൽ. അത് അളവറ്റ തോതിൽ മറിയം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് വാങ്ങി അവരിൽ നിക്ഷേപിക്കും. തങ്ങളുടെ വിശുദ്ധിയാൽ അവർ തിരുമുൻപിൽ സമ്പന്നരും ഉത്കൃഷ്ടരുമായിരിക്കും. സജീവ തീഷ്ണതയാൽ സകല സൃഷ്ടികളിലും വച്ച് അവർ സമുന്നതരായിരിക്കും. ദൈവസഹായം അവരെ ശക്തരാക്കും. അവർ മറിയത്തോടൊത്ത് വിനയമാകുന്ന കുതികാലുകൊണ്ട് പിശാചിൻ്റെ തല തകർക്കുകയും യേശുവിനെ വിജയ ശ്രീലാളിതനാക്കാൻ ഇടയാക്കുകയും ചെയ്യും എന്ന് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് പഠിപ്പിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം പിശാചിൻ്റെ തല തകർക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയം പിശാചുമായുള്ള പോരാട്ടത്തിൽ നമ്മളെ സഹായിക്കുകയും വിജയം വരിക്കുവാൻ നമ്മളെ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നിന്ന് പിശാചിനെതിരായി വിജയം വരിക്കുവാനുള്ള എല്ലാ കൃപകളും വാങ്ങിത്തരികയും ചെയ്യട്ടെ. ഗാഡ് ബ്ലെസ് യു ഓൾ.